പ്രിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റാണ് തുടങ്ങിയത്, എ ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന യൂണിറ്റ്. അതിൽ 1ാമത്തെ ഭാഗം ലെറ്റർ ടു ഗോഡ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ 1ാമത്തെ പാർട്ട് നമ്മൾ പഠിച്ചു. ഏതാണ്? ദ പ്ലഷർ ഓഫ് റെയിൻ എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി, ആ കഥയുടെ ബാക്കിയാണെന്ന് പഠിക്കുന്നത്, എ നൈറ്റ് ഓഫ് സോറോ. അതിൻ്റെ 2ാമത്തെ പാർട്ട് എ നൈറ്റ് ഓഫ് സോറോ. അപ്പോൾ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഏതുവരെയാണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഏതുവരെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം മെയിൻ ക്യാരക്ടർ പരിചയപ്പെട്ടു. ഏതാണ്? ആരാണത്? ലെഞ്ചോ. അപ്പോൾ ലെഞ്ചോ എന്ത് ചെയ്യാണ്? ഒരു ഒറ്റപ്പെട്ട കുന്നിൻ ചെരുവിലാണ് അയാളുടെ വീട്. പിന്നെ ആ ഏരിയയിൽ അയാളുടെ വീട് മാത്രമേ ഉള്ളൂ. അവസാനം അയാളെ കൃഷിക്ക് അയാൾ മഴ പെയ്യുമെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അന്ന് രാത്രിയായപ്പോൾ മഴ പെയ്തു. അതുവരെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ മുറ്റത്തിറങ്ങി മഴയൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുവരെയല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ബാക്കി ഇന്ന് നോക്കാം. ബാക്കി പാഠഭാഗം നോക്കാം. എ നൈറ്റ് ഓഫ് സോറോ, പേജ് നമ്പർ 39. അപ്പോൾ നോക്കിക്കോളൂ. എ നൈറ്റ് ഓഫ് സോറോ. സോറോ എന്ന് വെച്ചാൽ എന്തുവാണ്? സോറോ എന്ന് വെച്ചാൽ ദുഃഖം അല്ലെങ്കിൽ വിഷമം. അപ്പോൾ നൈറ്റ് ഓഫ് സോറോ എന്ന് വെച്ചാൽ വിഷമത്തിൻ്റെ രാത്രി അല്ലേ? അപ്പോൾ ദുഃഖത്തിൻ്റെ രാത്രി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ ദുഃഖം വന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കാണും. അതല്ലേ ലെഞ്ചോയ്ക്കായിരിക്കും ദുഃഖം വന്നത്. നമ്മൾ ഇതുവരെ ആകെ ലെഞ്ചോയല്ലേ പരിചയപ്പെട്ടുള്ളൂ. അപ്പോൾ ലെഞ്ചോയ്ക്ക് ദുഃഖം വരാനുള്ള കാരണം എന്തുമായിരിക്കും? അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് പാരഗ്രാഫ്. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. അപ്പോൾ ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ. അപ്പോൾ ഹി എന്ന് പറയുന്നത് ഇവിടെ ആരായിരിക്കും? ലെഞ്ചോ. അപ്പോൾ ലെഞ്ചോ ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ. അപ്പോൾ വിളഞ്ഞിരിക്കുന്ന ചോളപ്പാടത്തോട്ട് നോക്കുകയാണ്. കോണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. കോണെന്ന് വെച്ചാൽ ചോളം, റൈപ്പ് എന്ന് വെച്ചാൽ വിളഞ്ഞത്. അപ്പോൾ വിളഞ്ഞിരിക്കുന്ന അയാളുടെ ചോളപ്പാടത്തൊക്കെ നോക്കി, ചോളപ്പാടത്തിലോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. അപ്പോൾ ഈ നല്ല മഴ പെയ്യല്ലേ? മഴ പെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ആ മഴയുടെ ഒരു കർട്ടൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ പെയ്യുമ്പോൾ ദൂരെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുമോ? മഴ വന്നങ്ങ് മറയ്ക്കൂലേ അതിനെ കാഴ്ചയെ? അപ്പോൾ അത് തന്നെ ഇവിടെയും പറയണത്. എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള ഒന്നും ഇയാൾക്ക് കാണാൻ വയ്യ. ഇയാളെ പാടത്തോട്ട് പോയപ്പോൾ ഒന്നും കാണാൻ വയ്യ. ഒരുമാതിരി ഒരു വെളുപ്പ് മാത്രമല്ലേ നമുക്ക് കാണത്തുള്ളൂ മഴയത്തോട്ട് നോക്കിയാൽ. ദൂരമുള്ള വസ്തുക്കളൊന്നും കാണത്തില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ ഒരു തിരശീല പോലെ വന്ന് എന്ത് ചെയ്യണ്? മറയ്ക്കുകയാണ് ലെഞ്ചോയുടെ കാഴ്ചയെ. അപ്പോൾ ബാക്കി എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കോ. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. ബട്ട് സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. പെട്ടെന്ന് ഒരു സ്ട്രോങ് വിൻഡ് എന്ന് വെച്ചാൽ കാറ്റ്, ഒരു ശക്തിയായിട്ടുള്ളൊരു കാറ്റ് വീശാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. വെരി ലാർജ് എന്ന് വെച്ചാൽ വളരെ വലിയ ഹെയിൽ സ്റ്റോൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹെയിൽ സ്റ്റോൺ എന്ന് വെച്ചാൽ ആലിപ്പഴങ്ങൾ ബിഗാൻ ടു ഫോൾ, വീഴാൻ തുടങ്ങി. നല്ല മഴയായി കേട്ടാ. അപ്പോൾ ചെറിയൊരു മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന ലെഞ്ചോയ്ക്ക് എന്താണ് കിട്ടിയത്? ഒരു പെരുമഴയാണ് ഇപ്പോൾ കിട്ടിയേക്കണം. അപ്പോൾ ഈ മഴയത്ത് എന്തോന്ന് ചെയ്ത്? ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ, വലിയ ആലിപ്പഴങ്ങൾ വീഴാൻ തുടങ്ങി. ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. അപ്പോൾ എക്സ്ക്ലെയിംഡ് ലെഞ്ചോ പറയാണ് എന്തെന്ന്? ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. ഇതത്ര നല്ലതിനല്ല, സ്ഥിതി വളരെ മോശമാവുകയാണ് എന്നാണ് ലെഞ്ചോ പറയണത്. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തുവാണ്? ഇറ്റ് പാസസ് ക്വിക്ക്ലി. ഇത് പെട്ടെന്ന് തന്നെ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മഴ പെട്ടെന്ന് തോരുമായിരിക്കുമല്ലേ? ഇത്ര മഴയൊക്കെ മതിയായിരുന്നു. ഇപ്പം ആദ്യം മഴ വേണമെന്നും പറഞ്ഞിരുന്ന ലെഞ്ചോ ഇപ്പോൾ എന്താണെന്ന് പറയണത്? മഴ വേണ്ട, മഴ മതി, ഇത്ര മഴയൊക്കെ കിട്ടിയാൽ മതി. ഇനിയും കൂടുതൽ പെയ്താൽ വിളയ്ക്ക് ദോഷമല്ലേ? കുറേ മഴ പെയ്താൽ നമുക്ക് കൃഷിയൊക്കെ നശിച്ചു പോകില്ലേ? അപ്പോൾ അത് തന്നെ ലെഞ്ചോയും വിചാരിക്കണം. ഇതിപ്പോൾ പണിയാണല്ലേ, നോക്കുമ്പം നല്ല മഴ പെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിളകൾക്കാണ് ദോഷം. അപ്പോൾ ഇത്രയും മഴ വേണ്ടായിരുന്നു, ഇപ്പം തന്നെ കുറയുമായിരിക്കും, മഴ അങ്ങ് തീരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ലെഞ്ചോ നിൽക്കുകയാണ്. ഹോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രതീക്ഷിക്കുക എന്നാണേ. നോട്ട് ചെയ്ത് വെച്ചോളേ. ബാക്കി നോക്കിക്കോ. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. അപ്പോൾ ലെഞ്ചോ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ എന്താണ്? പെട്ടെന്ന് തീരുമായിരിക്കും. പക്ഷേ എന്ത് സംഭവിച്ച്? ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. മഴ പക്ഷേ പെട്ടെന്നൊന്നും തീർന്നില്ല. അപ്പോൾ ലെഞ്ചോ പ്രതീക്ഷിച്ചിരുന്നത് എന്തുവാണ്? ഈ മഴ പെട്ടെന്ന് കടന്നു പോവായിരിക്കും. പക്ഷേ കടന്നു പോയാ ഇല്ല.
ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ലി, അത് പെട്ടെന്നൊന്നും കടന്നു പോയില്ല. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്. അപ്പോൾ ഇറ്റ് ഹെയിൽ ചെയ്യാന്ന് വെച്ചാൽ നിർത്താതെ പെയ്യാണ്. ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്, ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺഫീൽഡ് ആൻഡ് ദ ഓൾ വാലി. WHOLE ഓൾ എന്നാണ് കേട്ടോ വായിക്കണം. അപ്പോൾ ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ, ഒരു മണിക്കൂറോളം നിർത്താതെ പെയ്തായിരുന്നു. എന്ത് മഴ? എവിടെയൊക്കെ പെയ്ത്? ദ ഹൗസ്, വീടിൻ്റെ അവിടെ, ദ ഗാർഡൻ, അയാളുടെ തോട്ടത്തിൻ്റെ അവിടെ, ദ ഹിൽ സൈഡ്, ആ കുന്നിൻ ചെരുവിൽ മൊത്തം. ഹിൽ സൈഡ് എന്ന് വെച്ചാൽ കുന്നിൻ ചെരുവ്. പിന്നെ ദ കോൺഫീൽഡ്, അയാളുടെ ചോളപ്പാടത്തിൽ, ആൻഡ് ദ ഓൾ വാലി, ആ വാലി മുഴുവൻ, ആ താഴ്വാരം മുഴുവൻ നിർത്താതെ മഴ പെയ്യാൻ തുടങ്ങി. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ദ ഫീൽഡ് എന്ന് വെച്ചാൽ പാടം. പാടം ഏത് കളറിൽ കാണപ്പെട്ടു? വാസ് വൈറ്റ്, വെള്ള കളറായി. ആസ് ഇഫ് ഇറ്റ് കവേർഡ് വിത്ത് സാൾട്ട്, ഉപ്പ് വാരിയിട്ട പോലെ, ഉപ്പ് വെച്ച് നിറച്ചിട്ടേക്കണ പോലെ, ഉപ്പ് വാരിയിട്ടേക്കണ പോലെ എന്തോന്ന് നല്ല വെളുത്ത കളറിലായി അയാളുടെ പാടം മൊത്തം. എന്ന് വെച്ചാൽ ഫുള്ള് വെള്ളം കയറി, ഈ ആലിപ്പഴവും എല്ലാം കൂടെയൊക്കെ വീണ് മൊത്തത്തിൽ അയാളുടെ പാടം മൊത്തം നശിച്ച്. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്, മരങ്ങളിലൊന്നും ഒറ്റ ഇല പോലും അവശേഷിച്ചില്ല. നമുക്ക് ആ പാടത്തെ ഒരു പാടം കൊടുത്തേക്കാണ്ട, അതിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ, ഒരു ഇല പോലും ഇല്ല. മഴ പെയ്ത് എല്ലാം പോയി, അയാളുടെ കൃഷി എല്ലാം നശിച്ച്. അതുകൊണ്ടായിരിക്കല്ലേ നമ്മുടെ പാടത്തിന്റെ പേര് തന്നെ കൊടുത്തേക്കണം, എ നൈറ്റ് ഓഫ് സോറോ, വിഷമത്തിന്റെ രാത്രി. അപ്പോൾ കൃഷിയൊക്കെ നശിച്ചാൽ ലഞ്ചോ ഇതും ചിരിക്കോ? ഇല്ല. നോക്കിക്കോ, ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഈ മരത്തിന്റെ ഇല വരെ പോയെന്ന് പറയുമ്പോൾ പിന്നെ ആ ചോളത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്, മൊത്തത്തിൽ ഡിസ്ട്രോയിഡ്, നശിച്ചു പോയി കേട്ടാ. അയാളുടെ ചോളം മൊത്തം നശിച്ച്, അയാളുടെ കൃഷി ഫുള്ള് നശിച്ച്. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്, അതിൽ പൂത്ത് നിന്ന പൂക്കളും എല്ലാം ഡിസപ്പിയർ ചെയ്തു. ഡിസപ്പിയർ ചെയ്തെന്ന് വെച്ചാൽ അപ്രത്യക്ഷമായി. ലെഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ലെഞ്ചോസ് സോൾ എന്ന് വെച്ചാൽ എന്താണ്? സോൾ എന്ന് വെച്ചാൽ ആത്മാവ്. അപ്പൊ ലെഞ്ചോയുടെ ഇവിടെ ആത്മാവ് എന്നുള്ള അർത്ഥം എടുക്കേണ്ട, ഹൃദയം അല്ലെങ്കിൽ മനസ്സ്. ലെഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. അപ്പൊ ലെഞ്ചോയുടെ മനസ്സിൽ ഭയങ്കര വിഷമം. എന്ന് വെച്ചാൽ ഇയാൾ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ കൃഷിയൊക്കെ ചെയ്ത് നന്നായി കൊണ്ടുവന്ന അയാളുടെ കൃഷിയാണ് ഒറ്റ മഴയിൽ എല്ലാം അവസാനിച്ചു. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം അവസാനിച്ചു. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. അപ്പോൾ ആ രാത്രി എന്ന് പറയുന്നത് എ സോറോഫുൾ വിഷമത്തിന്റെ രാത്രിയായിരുന്നു. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. അപ്പോൾ ആര് പറയാണ്? ലെഞ്ചോ പറയാണ്, ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ കൊല്ലം എന്തായാലും നമുക്കിനി ഒരു വിളവും കിട്ടത്തില്ല, ഒരു ചോളവും കിട്ടത്തില്ല, ഒരു വിളവും നമ്മളെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, എല്ലാം നശിച്ച്. ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മളെ ഇവിടെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ ഇല്ല, ഒരാൾ പോലും ഇല്ല നമ്മളെ രക്ഷിക്കാനായിട്ട്. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. അപ്പോൾ നമ്മൾ ഈ കൊല്ലം എന്തോന്ന് ചെയ്യും? വി വിൽ എന്നാണ് കേട്ടോ വായിക്കണം. വി വിൽ ആൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഹംഗ്രി എന്ന് വെച്ചാൽ വിശപ്പ്. അപ്പോൾ വി വിൽ ആൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഈ കൊല്ലം മൊത്തം നമ്മൾ വിശന്ന് മരിക്കും, എന്ന് വെച്ചാൽ പട്ടിണിയാവും എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. ഒന്നുമില്ലല്ലോ, കയ്യിൽ കാശില്ല, കയ്യിലിരുന്ന പൈസയൊക്കെ മുടക്കിയായിരിക്കും കൃഷി തുടങ്ങിയത്. അപ്പോൾ കൃഷിയിൽ നിന്നൊന്നും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര നഷ്ടമായില്ലേ. അപ്പോൾ ഈ കൊല്ലം ഫുള്ള് നമ്മളിനി ദാരിദ്ര്യത്തിൽ തന്നെ, പട്ടിണി തന്നെ. ബട്ട് ഇൻ ദ ഹേർട്ട് ഓഫ് ആൾ ഹു ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് ദർ വാസ് എ സിംഗിൾ ഹോപ്പ്. അപ്പോൾ ബട്ട് ഇൻ ദ ഹേർട്സ് ഓഫ് ആൾ ഹു ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ്. അപ്പോൾ ആ വീട്ടിലുള്ളവരുടെയൊക്കെ മനസ്സിൽ, സോളിറ്ററി എന്ന് വെച്ചാൽ ഏകാന്തമായ എന്നാണ് അർത്ഥം കേട്ടോ. അതിവിടെ എടുക്കണ്ട, ഓരോ വാക്കിൻ്റെ മീനിങ് ആയിട്ട് നമുക്കിവിടെ എടുക്കേണ്ടി വരത്തില്ല, മൊത്തത്തിലുള്ള ഒരു മീനിങ് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഉള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഏക പ്രതീക്ഷ എന്തുവായിരുന്നു? ദർ വാസ് എ സിംഗിൾ ഹോപ്പ്. ആകെ ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ. ആരിലായിരിക്കും? ആരിലാണെന്ന് നോക്കിക്കോ. ഹെൽപ്പ് ഫ്രം ഗോഡ്. എവിടെ നിന്നുള്ള സഹായം? ഹെൽപ്പ് എന്ന് വെച്ചാൽ സഹായം. ആരിൽ നിന്നുള്ള സഹായം? ഗോഡിൽ നിന്നുള്ള, ദൈവത്തിൽ നിന്നുള്ള സഹായത്തിന് മാത്രമാണ് ഇവർക്ക് എന്ത്? പ്രതീക്ഷ. ഇനി ദൈവം മാത്രമേ ഉള്ളൂ നമുക്ക്, നമ്മളെ രക്ഷിക്കാൻ ഇനി ദൈവം മാത്രമേ ഉള്ളൂ. ഗോഡ് ആൾ ത്രൂ ദ നൈറ്റ്. അപ്പൊ ആ രാത്രി മുഴുവനും ലെഞ്ചോ തോട്ട് ചെയ്യാന്ന് വെച്ചാൽ ചിന്തിക്കുക. അപ്പൊ ലെഞ്ചോ ചിന്തിച്ചു എന്തിനെ പറ്റി? ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ്. അയാളുടെ ഒരേ ഒരു പ്രതീക്ഷ, ഇനിയുള്ള ഏക പ്രതീക്ഷ ആരാണ്? ഗോഡ്. അപ്പൊ ഗോഡിനെ കുറിച്ച്, ദൈവത്തിനെ കുറിച്ച്, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആരിയ്ക്കാൻ തുടങ്ങി? ലെഞ്ചോ ഇരിക്കാൻ തുടങ്ങി.
അപ്പോൾ അത്രയാണ് നമ്മുടെ പാഠഭാഗം കേട്ടോ. ഈ നൈറ്റ് ഓഫ് സോറോ എന്ന് പറയുന്നത് ആകെ ഇത്രയേ ഉള്ളൂ, ഒരു കൊച്ച് പാർട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാണ്, അയാളുടെ കൃഷി മൊത്തം നശിച്ചു. അപ്പോൾ ഇനി അയാൾക്ക് ആര് മാത്രമേ ഉള്ളൂ ഇനി സഹായത്തിന്? ഗോഡ് മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ സഹായത്തിന്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ കേട്ടാ. അപ്പോൾ ഇനി സൈഡിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആൻസർ ഞാൻ പറയാം, നിങ്ങളൊന്ന് എഴുതി നോക്കണേ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം ലെഞ്ചോ വാസ് ഹാപ്പി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അപ്പോൾ ലെഞ്ചോ വാസ് ഹാപ്പി, ലെഞ്ചോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? നമ്മൾ കണ്ടേണ്, ഫസ്റ്റ് പാർട്ടിൽ കണ്ടേണ്. പ്ലഷർ ഓഫ് റെയിൻ എന്ന് പറയുന്ന പാർട്ട് കണ്ടേണ്. മഴ പെയ്തപ്പോൾ അയാൾ മഴയത്തിറങ്ങി മഴ കൊണ്ടത് എല്ലാം കണ്ടേണ്. അപ്പോൾ ലെഞ്ചോ വാസ് ഹാപ്പി, ലെഞ്ചോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ലെഞ്ചോയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബട്ട് ദ ഹാപ്പിനെസ് ഡിഡിൻറ്റ് ലാസ്റ്റ് ലോങ്. അപ്പോൾ ബട്ട് ദ ഹാപ്പിനെസ് ഡിഡിൻറ്റ് ലാസ്റ്റ് ലോങ്, പക്ഷെ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നാ ഇല്ല. അതാണ് പറയണ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ സന്തോഷം. ഡിഡിൻറ്റ് ലാസ്റ്റ് ലോങ് എന്ന് വെച്ചാൽ കുറെ നേരം, ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുക. അപ്പോൾ കുറെ നേരം ഒന്നും അത് നീണ്ടു നിന്നില്ല, കുറെ നേരം ഒന്നും അയാൾക്ക് സന്തോഷം നീണ്ടു നിന്നില്ല. കാരണം എന്തുവാണ്, ഈ മഴ പെയ്ത് എല്ലാം പോയില്ലേ. അതാണ് ഇവിടുത്തെ ചോദ്യം. വാട്ട് വാസ് ദ റീസൺ, എന്തായിരുന്നു അതിനുള്ള റീസൺ, എന്തായിരുന്നു അതിനുള്ള കാരണം? എന്തായിരുന്നു? മഴ പെയ്തു, ഇയാളുടെ കൃഷി മൊത്തം നശിച്ചു, പിന്നെ ഒരാൾക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? അത് തന്നെ ഇപ്പം അവിടെ എഴുതാനുള്ള കേട്ടാ. നിങ്ങളൊന്ന് എഴുതി നോക്ക്, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് വിച്ച് ടെൽ യു ദാറ്റ് ലെഞ്ചോ വാസ് സാഡ്. അപ്പൊ പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ, അപ്പൊ ഈ പാഠത്തിൽ നിന്ന് കുറച്ച് സന്ദർഭങ്ങൾ കണ്ടുപിടിക്കാനാണ്. എന്തുവാണ്? വിച്ച് ടെൽ യു ദാറ്റ് ലെഞ്ചോ വാസ് സാഡ്, ലെഞ്ചോയ്ക്ക് വിഷമമുണ്ട് എന്ന് കാണിക്കുന്ന 2-3 സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്, ആ ക്വസ്റ്റ്യന്റെ തൊട്ടപ്പുറത്തെ പാരഗ്രാഫിൽ തന്നെ ആ 2ാമത്തെ വരിയിലുണ്ടല്ലോ, അതൊക്കെ അയാളെടുത്ത് കാണിക്കില്ലേ? ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ എന്നൊക്കെ പറയുമ്പോഴും, പിന്നെ വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ എന്നൊക്കെ പറയുമ്പോഴും എല്ലാ സന്ദർഭത്തിലും ലെഞ്ചോയുടെ വിഷമം തന്നെയാണ് നമ്മൾ കാണുന്നത് കേട്ടാ. അപ്പൊ അതൊക്കെയാണ് അവിടെ എഴുതാനുള്ളത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഹെയിൽ സ്റ്റോം ബ്രിങ് ടു ദ വാലി. അപ്പൊ ആ ഹെയിൽ സ്റ്റോം വന്നതുകൊണ്ട് നമ്മുടെ ഈ ആലിപ്പുഴ വീഴ്ചയൊക്കെ ഇല്ലായിരുന്ന, അപ്പൊ അതുകൊണ്ട് എന്താണ് അവിടെ ഉണ്ടായത്? ഇത്രയും വലിയ മഴയൊക്കെ പെയ്ത് എന്ത് ചേഞ്ചാണ് ബ്രിങ് ടു ദ വാലി, ആ താഴ്വരയിൽ എന്ത് ചേഞ്ചാണ്, എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടായത്? എന്ത് മാറ്റമാണ് ഉണ്ടായത്? നോക്കിക്കോ, ആ ചിത്രത്തിന്റെ തൊട്ട് മുകളിൽ ആ 2ാമത്തെ വരി, ദ ഫീൽഡ് വാസ് വൈറ്റ് as if covered with salt. കണ്ട, നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്, അതൊക്കെ പറഞ്ഞാണല്ലേ. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്, ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. അപ്പൊ എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ എഴുതിയാൽ മതി. എന്ത് ചേഞ്ചാണ് ഉണ്ടായത്? അവിടുത്തെ കൃഷി മൊത്തം നശിച്ച് അവിടെ പിന്നെ ഒന്നുമില്ല, ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായി കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. അപ്പൊ എല്ലാ ക്വസ്റ്റിന്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കുക, എഴുതി നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയ പാഠഭാഗമാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ആണ്. അതിപ്പോൾ അടുത്ത ക്ലാസ് പഠിക്കാം. പേജ് നമ്പർ 40, അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ലഞ്ച് പോയത് എന്തിനാണെന്നൊക്കെ അടുത്ത ക്ലാസ് പറയാം കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.